ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ത്യയിലുടനീളമുള്ള അയുധംഗങ്ങൾ മരങ്ങളുടെയും ചെടികളുടെയും തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും സീഡ് ബോളുകൾ നിക്ഷേപിക്കുന്നതിനുമുള്ള പദ്ധതി ആരംഭിച്ചു. കേരളം, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിലായി വനങ്ങളിലും വന്യജീവി മേഖലകളിലുമാണ് ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നത്. മുംബൈ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KR ശ്രീരാമനും ഭാര്യയ്ക്കും ആദ്യ തൈകൾ നൽകി അമ്മ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചു. ആവാസ വ്യവസ്ഥയുടെ നാശത്തെ തടയാനും വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ട് അയുധ് ആരംഭിച്ച സഹജീവനം പദ്ധതിയുടെ ഭാഗമാണ് ഈ സംരംഭം. ഹരിതഗൃഹവാതക ബഹിർഗമനം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള UN-ന്റെ ജനറേഷൻ റീസ്റ്റോറേഷനുമായി സഹകരിച്ചാണ് അയുധ് ഇത് നടപ്പിലാക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന സൗഖ്യം സാനിറ്ററി നാപ്കിനുകൾ പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലുമുള്ളവർക്ക് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പരിസ്ഥിതി ദിനത്തിൽ ഫ്രഞ്ച് കോൺസൽ ജനറൽ മിസ് ലിസ് ടാൽബോട്ട് നിർവഹിച്ചു. പാരിസ്ഥിതിക വനിതാ പദ്ധതികളിൽ പങ്കാളിത്തത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് സൗഖ്യം സംരംഭത്തിന്റെ നേട്ടങ്ങൾ അവർ വിശദീകരിച്ചു. തുടർന്ന് പ്രദേശത്തെ അനാഥാലയത്തിലെ പെൺകുട്ടികൾക്ക് പാഡ് സെറ്റുകൾ വിതരണം ചെയ്തു. അയുധിന്റെ ഇന്ത്യയിലുടനീളമുള്ള ശാഖകൾ വിവിധ പദ്ധതികളോടെ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി മുംബൈയിൽ ഭയന്ദറിലെ MBMC ഗാർഡനിൽ വൃക്ഷത്തൈ നടീൽ യജ്ഞം സംഘടിപ്പിച്ചു. അഹമ്മദാബാദ് യൂണിറ്റ് സബർമതി റിവർ ഫ്രണ്ട് ഗാർഡനിലും ദുർഗാപൂർ യൂണിറ്റ് ബിധാൻ നഗറിലും തൈകൾ വിതരണം ചെയ്തു. കൊൽക്കത്ത രാംപൂർ കോട്ടറിൽ റീസൈക്ലിംഗ് വർക്ക്ഷോപ്പും തൈ വിതരണവും നടത്തി. ഭുവനേശ്വർ ജാൻലയിൽ വൃക്ഷത്തൈ നടീൽ യജ്ഞവും നവി മുംബൈ അമൃത വിദ്യാലയത്തിൽ റീസൈക്ലിംഗ് വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. ദുർഗ ടെക്ഡിയിൽ സീഡ്ബോൾ വിതരണത്തിനും ബോധവൽക്കരണ പരിപാടികൾക്കും പൂനെ യൂണിറ്റ് നേതൃത്വം നൽകി. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനോടും സുസ്ഥിര പ്രവർത്തനങ്ങളോടുമുള്ള അയുധിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നവയായിരുന്നു. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ജൂൺ 10 മുതൽ 13 വരെ കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഇത് സ്വാമിജിയുടെ 27ാമത്തെ സന്ദർശനമായിരുന്നു. ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസിൽ സംഘടിപ്പിച്ച അമൃത് പ്രവാഹ് 27 പരിപാടിയിൽ 150-ലധികം പേർ പങ്കെടുത്തു. പ്രഭാഷണം, ഭജന, ആരതി, പ്രസാദ വിതരണം എന്നിവയുണ്ടായിരുന്നു. ശങ്കരനന്ദന പങ്കജലോചന സങ്കടമോചന മംഗളദായക കലേവര ചന്ദന സുന്ദര സിന്ധുരനായക സിദ്ധിവിനായക. കുവൈറ്റിലെ ICC ചീഫ് പ്രതിനിധി SK വാധവൻ മുഖ്യാതിഥിയായി ആഘോഷത്തിൽ പങ്കെടുത്തു. ബാലകേന്ദ്രം വിദ്യാർത്ഥികൾ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു. കുവൈറ്റിൽ സമീപകാലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവർക്കായി മൗനപ്രാർത്ഥനയും നടത്തി. സ്വാമിജിയോടൊപ്പം എത്തിയ ബ്രഹ്മചാരി യോഗ ചൈതന്യ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ, അയാം പരിശീലനത്തിനും ജ്യോതിഷ ക്ലാസിനും നേതൃത്വം നൽകി. ആത്മീയവും സാംസ്കാരികവുമായ ഉണർവ് പകർന്നു നൽകുന്നതായിരുന്നു അമൃത പ്രവാഹ് 27 പരിപാടി. ദുബായിലെ അമൃത കുടുംബത്തിലേക്കുള്ള സ്വാമിജിയുടെ 27ാമത് സന്ദർശനം അമൃതലയം 27 എന്ന പേരിൽ ആഘോഷിച്ചു. ദുബായ്, നോർത്തേൺ എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ശ്രീ സതീഷ് കുമാർ ശിവൻ 4 ദിവസത്തെ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. തദവസരത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലെ പ്രമുഖർ സന്നിഹിതരായിരുന്നു. അമൃത കുടുംബം UAE-യിലെ അംഗങ്ങൾ പഞ്ചവാദ്യവും പരമ്പരാഗത നാടൻ പാട്ടുകളും ഒരുക്കിയാണ് സ്വാമിജിയെ സ്വീകരിച്ചത്. സംഗീതം, നൃത്തം, ശ്രീശങ്കറിനെക്കുറിച്ചുള്ള നാടകം എന്നിവ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. സ്വാമിജിയുടെ വർത്തമാനകാലത്തിന്റെ വിളി എന്ന പ്രഭാഷണവും ഭജനകളും ധ്യാന പരിശീലനങ്ങളും അനിർവചനീയമായ ആത്മീയ അനുഭവങ്ങൾ നൽകി. ഓരോ ദിവസവും 500-ലധികം ആളുകൾ പരിപാടിയിൽ പങ്കാളികളായി. ബ്രഹ്മചാരി യോഗ ചൈതന്യ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ അയാം സെഷന് നേതൃത്വം നൽകി. സ്വാമിജി നിരവധി ഭക്തരുടെ വീടുകളും സന്ദർശിച്ചു. ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും ഉജ്ജ്വലമായൊരു ആഘോഷമായിരുന്നു അമൃതലയം 27. അമൃതപുരിയിൽ അന്താരാഷ്ട്ര യോഗദിനം അമ്മയുടെ സാന്നിധ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അമൃതയോഗ കോർഡിനേറ്റർ ബ്രഹ്മചാരിണി ശോഭനയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ പരിശീലനത്തിൽ CRPF-ലെയും പോലീസ് വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരും ആശ്രമവാസികളും പങ്കെടുത്തു. ശാരീരിക ചലനത്തിലൂടെയും മാനസിക നിശ്ചലതയിലൂടെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ യോഗയിലൂടെ സാധിക്കുമെന്ന് അമ്മ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നത്തെ സമ്മർദ്ദം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ സമൂഹം യോഗയുടെ ശാസ്ത്രീയ രീതികൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അമ്മ കൂട്ടിച്ചേർത്തു. വിവിധ അയുധ് ഘടകങ്ങളുടെ നേതൃത്വത്തിലും അമൃത വിദ്യാലയങ്ങൾ, അമൃത സർവകലാശാലകൾ, ക്യാമ്പസുകൾ, ആശ്രമശാഖകൾ എന്നിവിടങ്ങളിലുമായി
ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. എല്ലാവരും യോഗാ പരിശീലനത്തിലും പങ്കാളികളായി. വടക്കേ അമേരിക്കൻ പര്യടനത്തിന്റെ ഭാഗമായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സിയാറ്റിൽ, ഓക്ലാൻഡ്, ലോസ് ഏഞ്ചൽസ്, ന്യൂ മെക്സിക്കോ, വാഷിംഗ്ടൺ DC, ബോസ്റ്റൺ, ന്യൂയോർക്ക്, ചിക്കാഗോ എന്നിവിടങ്ങളിൽ അമ്മയുടെ സത്സംഗം, ഭജന, ദർശനം എന്നിവയുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി us.amma.org/TOUR സന്ദർശിക്കുക. 2 ദിവസത്തെ അമൃത റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സിംപോസിയം ഫോർ എക്സലൻസ് അമരാവതി ക്യാമ്പസിൽ വിജയകരമായി സമാപിച്ചു. അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് ഉദ്ഘാടനം ചെയ്തു. മംഗളഗിരി എയിംസിലെ പീഡിയാട്രിക് സർജറി ഡീൻ ഡോക്ടർ ദീപ്തി വെപ്പക്കൊമ്മ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ IIT തിരുപ്പതിയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ KN സത്യനാരായണ, ബംഗളൂരു വിപ്രോയിലെ COO ശ്രീ സഞ്ജീവ് ജെയിൻ, USA-യിലെ ബഫലോ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് ഓഫ് റിസർച്ച് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ വേണു ഗോവിന്ദരാജു എന്നിവർ വിശിഷ്ടാതിഥികളായി. പങ്കെടുത്ത 60ഓളം പ്രതിനിധികൾ സുസ്ഥിര വികസനത്തെക്കുറിച്ചും സാമൂഹിക ക്ഷേമത്തിനായുള്ള നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും ചർച്ച ചെയ്തു. വൺ ഹെൽത്ത്, സുസ്ഥിര വികസനം, ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളാണ് സിംപോസിയം പ്രധാനമായും ചർച്ച ചെയ്തത്. UK ആസ്ഥാനമായുള്ള ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഇംപാക്ട് റാങ്കിങ്ങിൽ തുടർച്ചയായ 4ാം വർഷവും അമൃത വിശ്വവിദ്യാപീഠം ഇന്ത്യയിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ആഗോളതലത്തിൽ മികച്ച 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു. UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള സംഭാവനകൾ നൽകിയ 125 രാജ്യങ്ങളിൽ നിന്നുള്ള 2152 സ്ഥാപനങ്ങളെയാണ് റാങ്കിംഗ് വിലയിരുത്തിയത്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഗ്രസിൽ സംസാരിച്ച പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് സുസ്ഥിര വികസനത്തിനായുള്ള അമൃതയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കോയമ്പത്തൂരിലെ അമൃത വിശ്വവിദ്യാപീഠവും അക്കാദമിക ഗവേഷണ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. ഇതനുസരിച്ച് പാരിസ്ഥിതിക സുസ്ഥിരത, ആരോഗ്യ സംരക്ഷണം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഗവേഷണ പദ്ധതികളിലും സഹകരണ അക്കാദമിക് പ്രോഗ്രാമുകളിലും സംയുക്ത പങ്കാളിത്തമുണ്ടാകും. ഇതുവഴി അതുല്യമായ പഠനാവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഡോക്ടർ സൂര്യസാരഥി ബോസും അമൃതയിലെ C പരമേശ്വരനും പറഞ്ഞു. ഇരു സ്ഥാപനങ്ങളിലെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയുള്ള ശില്പശാലകളും കോൺഫറൻസുകളും സംഘടിപ്പിക്കൽ തുടങ്ങിയവ പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നു. ദക്ഷിണ കൊറിയയിലെ സെജോങ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഹാക്കത്തോൺ CTF മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ ബയോസ് ക്ലബിലെ വിദ്യാർത്ഥികൾ ജേതാക്കളായി. അന്താരാഷ്ട്ര തലത്തിൽ 1ാം സ്ഥാനം നേടുകയും 1.5 ലക്ഷം രൂപയുടെ സമ്മാനത്തുക കരസ്ഥമാക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള 35 രാജ്യങ്ങളിൽ നിന്നായി 40 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 2007 സ്ഥാപിതമായ ബയോസ് ഇന്ത്യയിലെ ആദ്യത്തെ ബിരുദ സൈബർ സെക്യൂരിറ്റി ക്ലബ്ബാണ്. ദേശീയ തലത്തിൽ സ്ഥിരമായ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ബയോസ് ടീം ഗവേഷകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പിന്തുണയോടെയാണ് ക്ലബ് ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ മികവ് പുലർത്തുന്നത്. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ദേശീയതല മത്സരത്തിൽ തലശ്ശേരിയിലെയും കൊല്ലം പുതിയകാവിലെയും അമൃത വിദ്യാലയങ്ങൾ മികച്ച നേട്ടം കരസ്ഥമാക്കി. തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളായ ശ്രീലക്ഷ്മി S, ശ്രേയ K എന്നിവർ ഗ്രാമീണ സ്ത്രീകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ സഹായിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സ്വയം എന്ന വെബ്സൈറ്റാണ് ദേശീയതലത്തിൽ ഏറ്റവും മികച്ച 10 പ്രൊജക്ടുകളിൽ ഇടം പിടിച്ചത്. മൊഹാലിയിൽ നടന്ന അഡൽ റിംഗറിംഗ് ലാബ്സ് നാഷണൽ ടോപ്പേഴ്സ് കോൺഫറൻസിൽ ടിങ്കർ ചാമ്പ്യൻ എന്ന അംഗീകാരം നേടുകയും ചെയ്തു. കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിനി ഭവ്യശ്രീ സുരവജാല ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ വെല്ലുവിളികൾ നേരിടാൻ കൗമാരക്കാരെ സഹായിക്കുന്ന തന്റെ അഡോളസെൻസിയോ എന്ന വെബ്സൈറ്റിനാണ് ദേശീയ അംഗീകാരം നേടിയത്. ഇത് അഡൽ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലെ 10,000-ലധികം ടീമുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച ആദ്യ 10-ൽ ഉൾപ്പെട്ട പ്രൊജക്ട് കൂടിയാണിത്. അമൃത സർവകലാശാലയിലെയും ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിലെയും വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്താൽ നയിക്കുന്ന ഈ പദ്ധതികൾ അമൃതയിലെ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ മാതൃകകളാണ്. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികളുമായി ഇടപഴകുന്ന ആരോഗ്യ പരിപാലന വിദഗ്ധർക്ക് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി കൊച്ചി അമൃത ആശുപത്രിയിൽ സമഗ്രമായ പീഡിയാട്രിക് എക്മോ പരിശീലന പരിപാടിയായ എക്മോ കിഡ്സ് കോൺ സംഘടിപ്പിച്ചു.
ഡോക്ടർ പ്രേം നായർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എക്മോ സൊസൈറ്റി ഓഫ് ഇന്ത്യയും യുഎസിലെ ചിൽഡ്രൻസ് ഹാർട്ട് ലിങ്കും സഹകരിച്ചു. ബോസ്റ്റൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രവി ത്യാഗരാജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ എക്മോ കിഡ്സ് കോണിന് നേതൃത്വം നൽകി. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റുകൾ, ശസ്ത്രക്രിയാ വിദഗ്ധർ, അനസ്തെറ്റിസ്റ്റുകൾ, പൾമണോളജിസ്റ്റുകൾ, പെർഫ്യൂഷനിസ്റ്റുകൾ, നഴ്സുമാർ എന്നിവർ പങ്കെടുത്തു. എക്മോയുടെ ഉപയോഗത്തെക്കുറിച്ച് ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഈ രംഗത്തെ ഡോക്ടർമാർക്കും അനുബന്ധ ജീവനക്കാർക്കും ഏറെ പ്രയോജനപ്പെട്ടു. ആശുപത്രി മേഖലയിലെ മികച്ച മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾക്കുള്ള കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2024 പരിസ്ഥിതി പുരസ്കാരം കൊച്ചി അമൃത ആശുപത്രിക്ക് തുടർച്ചയായ 6ാം വർഷവും ലഭിച്ചു. കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷാണ് അവാർഡ് സമ്മാനിച്ചത്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി സംസിദ്ധാമൃത ചൈതന്യ, എൻവയോൺമെന്റ് ആൻഡ് സേഫ്റ്റി ജനറൽ മാനേജർ ശ്രീ RR രാജേഷ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ഈ പുരസ്കാരം അമൃത ആശുപത്രിയുടെ മലിനീകരണ നിയന്ത്രണം, ഊർജ്ജ ജല സംരക്ഷണം, CSR പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള അംഗീകാരമാണ്. ലോക രക്തദാന ദിനാചരണത്തോടനുബന്ധിച്ച് അമൃത ആശുപത്രിയിൽ സന്നദ്ധ ദാതാക്കളെയും സംഘടനകളെയും ആദരിച്ചു. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം സംഘടിപ്പിച്ച പരിപാടി അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന KV ഉദ്ഘാടനം ചെയ്തു. എറണാകുളം RTO K മനോജ് മുഖ്യാതിഥിയായി. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ U കൃഷ്ണകുമാർ, HDFC സ്റ്റേറ്റ് ഹെഡ് ലക്ഷ്മി നാരായണൻ, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ വീണ ഷേണായി എന്നിവരും സന്നിഹിതരായിരുന്നു. കൊച്ചിയിലെ അമൃത ആശുപത്രി വയനാട് മുട്ടിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട 200ഓളം വ്യക്തികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സാഗ്ദിയോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്ട്രോക്ക് മെഡിസിൻ, അപസ്മാരം, പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധർ ഉൾപ്പെട്ട സംഘമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഡോക്ടർ വിവേക് നമ്പ്യാർ, ഡോക്ടർ സിബി ഗോപിനാഥ്, ഡോക്ടർ C ശ്രീകുമാർ, ഡോക്ടർ ശ്രീനാഥ് എന്നിവർ നേതൃത്വം നൽകി. അപസ്മാര രോഗികളെ കണ്ടെത്തി ചികിത്സിക്കുക, അവബോധം വളർത്തുക, സൗജന്യ മരുന്നുകൾ നൽകുക എന്നിവയായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ. പ്രത്യേക പരിചരണവും ടെലിമെഡിസിൻ വഴിയുള്ള തുടർ ചികിത്സയും രോഗികൾക്ക് ഏറെ ആശ്വാസകരമായി. ജെനസിസ് ഫൗണ്ടേഷന്റെയും HDFC എർഗോയുടെയും സഹകരണത്തോടെ നാഗർകോവിലിലെ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിച്ചു. 50ഓളം കുട്ടികളിൽ ജന്മനാലുള്ള ഹൃദയവൈകല്യങ്ങൾ കണ്ടെത്തി. അമൃതയിലെ ഡോക്ടർ ബ്രിജേഷ്, ഡോക്ടർ ബാലാജി, ഡോക്ടർ ബാലഗണേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ആവശ്യമുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സൗജന്യ പരിചരണം തുടർന്ന് നൽകുന്നതിനുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാജ്യത്ത് കുട്ടികളിലെ ഹൃദയവൈകല്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ സംരംഭത്തിന് ജെനസിസ് ഫൗണ്ടേഷന്റെയും അമൃത ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെയും പിന്തുണയുണ്ട്. സംഗീതം, നൃത്തം, ആശംസാ പ്രസംഗങ്ങൾ എന്നീ വിവിധ പരിപാടികളോടെയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രി ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചത്. മെഡിക്കൽ പ്രൊഫഷണലുകൾ, രോഗികൾ, സംഘടനകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമൂഹത്തിന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള അമൃത ആശുപത്രിയുടെ സമർപ്പണത്തെ ധന്യമാക്കുന്നതായിരുന്നു ഈ പരിപാടി.